ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ആ ഒരു പാത്ത് ലെങ്ത്തിനാണ്, ആ ട്രാവൽ ചെയ്തിട്ടുള്ള പാത്ത് ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള പാത്ത് ലെങ്ത്ത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഏത് പാത്ത് കൂടെ ട്രാവൽ ചെയ്തേക്കണേ നോക്കില്ല, പക്ഷേ അവ തമ്മിലുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ് അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഡിസ്റ്റൻസ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ദാറ്റ് മീൻസ് ഡയറക്ഷൻ ഉണ്ടാകില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഇവിടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ സീറോയും വരാം. ഡിസ്റ്റൻസ് ഒരു കാരണവശാലും സീറോ ഉണ്ടാവില്ല. എവിടെ എന്തെങ്കിലും ഒരു ചലനം മോഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അർത്ഥം. ഇനി എപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നു എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനൊക്കെ ആണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്ത് വരുമ്പോൾ നെറ്റ് റിസൾട്ട് നെഗറ്റീവ് വന്നേക്കാം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് സീറോ ആയിട്ട് പോകുന്നത്, അതിനൊരു എക്സാമ്പിൾ, ഇപ്പോൾ എയിൽ നിന്ന് ഒരാൾ ട്രാവൽ ചെയ്ത് ബിയിലേക്ക് എത്തി, തിരിച്ച ആൾ ബിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് എയിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഈ വ്യക്തിയുടെ ഈ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്ത് തന്നെയാണ്, എ ആണ്. എയിൽ നിന്ന് ട്രാവലിംഗ് തുടങ്ങി തിരിച്ച് എയിൽ തന്നെയാണ് എത്തിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ മോഷൻ നടന്നുകൊണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടെ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിരിക്കും. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡയറക്ഷനിലും ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ ഓൾജിബ്രായിക് സം എടുത്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെക്റ്റർ സം ആണ് എടുക്കേണ്ടത്. എല്ലാ ഡയറക്ഷൻസിലുമുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്റ്റർ സം ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ അതിനനുസരിച്ച് നെഗറ്റീവ് സൈൻ വേണ്ടി വരും. രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ ആണ്. താങ്ക് യു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത്.